ഇറാനെയും ഗൾഫ് മേഖലയെയും വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് തെക്കൻ ഇറാനിൽ നിന്നുള്ള ശക്തമായ സ്ഫോടന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന കലുഷിതമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഒന്നിനു പുറകെ ഒന്നായി സ്ഫോടന പരമ്പരകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നയതന്ത്ര വൃത്തങ്ങളിലും വൻ ഊഹാപോഹങ്ങളാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം മേഖലയിലെ സഖ്യസമവാക്യങ്ങൾ മാറി മറിയുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്. തെക്കൻ ഇറാനിലെ തന്ത്രപ്രധാനമായ ചില സൈനിക താവളങ്ങളെയും തീരദേശ മേഖലകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിന് തൊട്ടു പിന്നാലെ ഇറാൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായതായും റിപ്പോർട്ടുകളുണ്ട്. ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും വ്യോമ പ്രതിരോധ മിസൈലുകൾ കുതിച്ചുയരുന്നതിന്റെ ദൃശ്യങ്ങളും പ്രാദേശികമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് നേരെയുണ്ടായ ഈ അപ്രതീക്ഷിത പ്രഹരത്തിന് പിന്നിൽ ഏത് ശക്തിയാണെന്ന് വ്യക്തമാക്കാൻ ഇറാൻ ഭരണകൂടം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ആഗോള മാധ്യമങ്ങളും പ്രമുഖ വാർത്താ ഏജൻസികളും ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ ഏത് സൈനിക നീക്കത്തിലും അമേരിക്കയുടെ പങ്ക് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ളതുപോലെ ഇത്തവണയും ആദ്യ സംശയമുനകൾ നീണ്ടത് വാഷിംഗ്ടണിലേക്കായിരുന്നു. എന്നാൽ ഈ പുതിയ സ്ഫോടനങ്ങളിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ലെന്ന് അമേരിക്കൻ ഭരണകൂടം വളരെ പെട്ടെന്ന് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ കാര്യം അടിയന്തരമായി റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ്, അൽ അറബിയ, I-24 ന്യൂസ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളാണ് US പങ്കാളിത്തം നിഷേധിച്ച് രംഗത്തെത്തിയത്. ഇറാന്റെ മണ്ണിൽ നടന്ന പുതിയ ആക്രമണങ്ങളുമായി അമേരിക്കൻ സൈന്യത്തിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഈ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മേഖലയിൽ നിലവിൽ അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സൂചനയാണ് തങ്ങളുടെ ഭാഗം അടിയന്തരമായി വ്യക്തമാക്കിയതിലൂടെ വാഷിംഗ്ടൺ നൽകുന്നത്. എന്നിരുന്നാലും അമേരിക്ക അല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന ചോദ്യം കൂടുതൽ സങ്കീർണമായി അവശേഷിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലി മാധ്യമമായ ചാനൽ 11 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ തെക്കൻ മേഖലകളിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ബഹ്റൈനുമാണെന്നാണ് ചാനൽ 11 തങ്ങളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് അറബ് രാജ്യങ്ങളും നേരിട്ടോ അതോ മറ്റേതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമായോ ഈ സൈനിക നീക്കത്തിൽ പങ്കാളികളായിട്ടുണ്ടാകാം എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യത്തിൽ ഇത് തികച്ചും വിപ്ലവകരവും അപകടകരവുമായ ഒരു സഖ്യ രൂപീകരണത്തിന്റെ സൂചനയാണ്. പരമ്പരാഗതമായി ഇറാനുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾക്ക് മുതിരാത്ത രാജ്യങ്ങളാണ് കുവൈറ്റും ബഹ്റൈനും. അതുകൊണ്ട് തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ മറ്റു ചില കാരണങ്ങളോ വലിയ സഖ്യങ്ങളുടെ പിന്തുണയോ ഉണ്ടാകണം. ഇറാനിൽ നിന്നുള്ള പ്രാദേശികവും സൈനികവുമായ ഭീഷണികളെ പ്രതിരോധിക്കാൻ ഗൾഫ് മേഖലയിൽ ഒരു പുതിയ ഗൾഫ് ഫ്രണ്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്ന വാദത്തിന് ഈ റിപ്പോർട്ട് കൂടുതൽ കരുത്തു പകരുന്നു. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും സ്ഫോടനങ്ങൾ നടന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ തെക്കൻ അതിർത്തികളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായും ശത്രുക്കളുടെ വ്യോമാക്രമണ ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതായും അവർ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സാധാരണയായി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ എതിരെ ഉടനടി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇറാൻ ഭരണകൂടം ഇത്തവണ ദുരൂഹമായ ഒരു മൗനം പാലിക്കുകയാണ്. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരസ്യമായി പറയാൻ ടെഹ്റാൻ വിമുഖത കാണിക്കുന്നത് മേഖലയിലെ പുതിയ നയതന്ത്ര പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നു. ഇറാന്റെ ഈ മൗനത്തിന് പിന്നിൽ തന്ത്രപരമായ ചില കാരണങ്ങൾ ഉണ്ടാകാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആക്രമണം നടത്തിയത് കുവൈറ്റോ ബഹ്റൈനോ ആണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ അത് ഗൾഫ് മേഖലയുമായി ഇറാൻ നിലനിർത്താൻ ശ്രമിക്കുന്ന നയതന്ത്ര ബന്ധങ്ങളെ പൂർണ്ണമായും തകർക്കും. മാത്രമല്ല അയൽ രാജ്യങ്ങളായ അറബ് രാഷ്ട്രങ്ങളുമായി നേരിട്ടൊരു യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അതല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രം ശക്തമായ തിരിച്ചടി നൽകാനായിരിക്കാം ടെഹ്റാൻ കാത്തിരിക്കുന്നത്. കുവൈറ്റിന്റെയും ബഹ്റൈന്റെയും പേര് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നതും കുവൈറ്റിൽ വലിയ തോതിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട് എന്നതും ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അമേരിക്ക നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും തങ്ങളുടെ മണ്ണിൽ നിന്നുള്ള സൗകര്യങ്ങൾ ഈ രാജ്യങ്ങൾ ആക്രമണത്തിനായി ഉപയോഗിക്കാൻ അനുവദിച്ചോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നാവിക താവളങ്ങളെയും മിസൈൽ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നാണ് ചില അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്.
പേർഷ്യൻ ഗൾഫിലെയും ഹോർമൂസ് കടലിടുക്കിലെയും ഇറാന്റെ ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണിതെന്ന് കരുതപ്പെടുന്നു. ഇറാന്റെ സൈനിക ശക്തിയെ തളർത്തുക വഴി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന തന്ത്രമായിരിക്കാം ഈ നീക്കത്തിന് പിന്നിൽ. എന്നാൽ ഇത് മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാണ്. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങേയറ്റം സങ്കീർണവും ഏതു നിമിഷവും മാറിമറിയാവുന്നതുമാണ്. ഒരു ചെറിയ തീപ്പൊരി പോലും വലിയൊരു പ്രാദേശിക യുദ്ധമായി പടർന്നു പിടിക്കാവുന്ന അവസ്ഥയിലാണ് മേഖലയുള്ളത്. ഈ സാഹചര്യത്തിൽ പുറത്തുവരുന്ന ഓരോ പുതിയ റിപ്പോർട്ടുകളും ജനങ്ങൾക്കിടയിലും വിപണിയിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി വളരുമോ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയെങ്കിലും മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളായ കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അമേരിക്കയ്ക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അത് അമേരിക്കയെയും ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് വലിച്ചഴിക്കാൻ കാരണമായേക്കും. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ വളരെ ജാഗ്രതയോടെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന സന്ദേശവും ഇതിനകം തന്നെ അവർ നൽകിയിട്ടുണ്ട്. കുവൈറ്റോ ബഹ്റൈനോ ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കേവലം ഊഹാപോഹങ്ങൾ മാത്രമാണോ, അതോ ഇതിനു പിന്നിൽ കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. എന്നാൽ അറബ് ലോകവും ഇറാനും തമ്മിലുള്ള അവിശ്വാസം ഈ സംഭവത്തോടെ പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി പുതിയ സൈനിക കൂട്ടായ്മകൾ രൂപീകരിക്കുന്നു എന്ന വാർത്തയ്ക്ക് ഇത് അടിവരയിടുന്നു. തെക്കൻ ഇറാനിലെ ജനങ്ങൾക്കിടയിലും ഈ വ്യോമാക്രമണ വാർത്തകൾ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സൈറണുകൾ മുഴങ്ങിയതും ആകാശത്തുണ്ടായ വലിയ സ്ഫോടനങ്ങളും അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. രാജ്യത്തിന്റെ അതിർത്തികളിലും തീരദേശ മേഖലകളിലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ സൈനിക നീക്കം മിഡിൽ ഈസ്റ്റിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളായ സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയവരുടെ നിലപാടുകളെ എങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് വഴിതുറക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യങ്ങൾ പുതിയ സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാം. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ പുതിയ സ്ഫോടനങ്ങൾ വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങളും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന തെക്കൻ മേഖല കടുത്ത നിരീക്ഷണത്തിലാണ്. ഈ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ടെഹ്റാൻ കാണുന്നത്. തങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ വെല്ലുവിളിക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈനിക കമാൻഡർമാർ മുൻപ് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അടുത്തതായി എന്ത് നീക്കമായിരിക്കും നടത്തുക എന്നത് ലോകം ഉറ്റുനോക്കുന്നു. അന്താരാഷ്ട്ര സമൂഹവും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഇത്തരം പ്രകോപനങ്ങളിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും പിന്തിരിയണമെന്ന ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് പലപ്പോഴും മിഡിൽ ഈസ്റ്റിലെ യാഥാർത്ഥ്യങ്ങളെ മാറ്റാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ശക്തി പ്രകടനങ്ങളിലൂടെയും രഹസ്യാക്രമണങ്ങളിലൂടെയും പരസ്പരം തളർത്താനാണ് ഇവിടെയുള്ള വിവിധ ശക്തികൾ ശ്രമിക്കുന്നത്. സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിലെ വ്യോമപാതകളും കപ്പൽ ഗതാഗതവും കനത്ത നിരീക്ഷണത്തിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് തെക്കൻ ഇറാൻ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഇവിടെയുണ്ടാകുന്ന ഏത് അസ്ഥിരതയും ആഗോള ഇന്ധന വിതരണത്തെ ബാധിക്കും. ഇത് ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാവുന്ന ഒന്നാണ്. ഇസ്രായേലി മാധ്യമമായ ചാനൽ 11 റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് പല കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മിഡിൽ ഈസ്റ്റിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊന്നും തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നയത്തിലൂടെ ഇസ്രയേലും ചില ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യധാരണകളുടെ ഭാഗമാണോ ഈ ആക്രമണം എന്ന സംശയവും ശക്തമാണ്. ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഏതായാലും തെക്കൻ ഇറാനിലെ ഈ സ്ഫോടനങ്ങളും അതിനെ തുടർന്നുണ്ടായ നയതന്ത്ര യുദ്ധങ്ങളും മിഡിൽ ഈസ്റ്റിനെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുകയാണ്. അമേരിക്കയുടെ പങ്കാളിത്തമില്ലായ്മയും ഗൾഫ് രാജ്യങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളും ഇറാന്റെ ദുരൂഹമായ മൗനവുമെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ വെളിപ്പെടുത്തലുകളിലേക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ നാടകവേദിയിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ലോകം കൺതുറന്ന് കാത്തിരിക്കുകയാണ്.